الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قال اجعلني على خزائن الأرض إني حفيظ عليم ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ, സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ രാജ്യം അതിന്റെ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ രാജ്യത്തൊട്ടാകെ മതത്തിനതീതമായി, ജാതിക്കതീതമായി, ഭാഷകൾക്കതീതമായി രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും അതിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ചക്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. ആശങ്കയോടുകൂടെ തന്നെ, ഭയപ്പാടോടുകൂടെ തന്നെ പല ആളുകളും ഇത്തരം സന്ദർഭങ്ങളൊക്കെ നോക്കിക്കാണുന്നുണ്ട് എന്ന് നമുക്കറിയാം. പൗരത്വം കൊണ്ട് നമ്മളൊക്കെ ഇന്ത്യരാണെങ്കിലും, ഇന്ത്യൻ വംശജരാണെങ്കിലും, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവർ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണ്, അവർ ഇന്ത്യയുടെ ശത്രുക്കളാണ്, അവർക്ക് ദേശസ്നേഹമില്ലാത്തവരാണ് എന്നൊക്കെ പറയുമ്പോൾ മറ്റേതൊരു ആരോപണവും ഒരു പക്ഷെ നമ്മൾ സഹിച്ചെന്ന് വന്നേക്കാം. പക്ഷെ ഒരു യഥാർത്ഥ മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മുടെ ഓരോരുത്തരുടെയും നെഞ്ചകത്തിലേറെ വേദനയുണ്ടാക്കുന്ന ആരോപണവും
പ്രസ്താവനയുമാണ് ഇന്ത്യയോട് സ്നേഹമില്ലാത്തവരാണ് നാം എന്ന് പറഞ്ഞ. കാരണം ദേശസ്നേഹം എന്നുള്ളത് ഒരു മുസ്ലിമിനെ ആരെങ്കിലും പഠിപ്പിച്ചു തരേണ്ടതല്ല. ഏതൊരു മുസ്ലിം ആവണമെന്നില്ല. ഒരു ജൈവവർഗത്തിന്റെ തന്നെ തനി സ്വഭാവം നമുക്കറിയാം. സ്വദേശത്തോടുള്ള, സ്വന്തം നാടിനോട് ഒരു താല്പര്യവും കൂറും സ്നേഹവും ഒക്കെ ഉണ്ട് എന്നത് അവയുടെ ജൈവവർഗത്തിന്റെ സ്വഭാവത്തിൽ ഊട്ടപ്പെട്ടതാണ്. പ്രകൃത്യാ ഊട്ടപ്പെട്ട ഒരു സ്വഭാവമാണ് ദേശത്തോടുള്ള ഒരു സ്നേഹമെന്ന്. എന്നാൽ ഇതൊരു മുസ്ലിമുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത്തരം സ്വാഭാവികതകൾക്കൊക്കെ അപ്പുറത്ത് ദേശത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത്, ആ ദേശത്തോടുള്ള കൂറ്, രാജ്യത്തോടുള്ള കൂറ് എന്നൊക്കെ പറയുന്നത് അത് ഒരു സ്വാഭാവികതയല്ല, ഒരു പ്രകൃത്യാ ഊട്ടപ്പെട്ടത് എന്നതല്ല. അതിനപ്പുറത്ത് അത് അവന്റെ മതാധ്യാപനത്തിന്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ആരോപണങ്ങൾ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഏറെ പ്രയാസകരമായി തീരുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് മാതൃകാ പുരുഷന്മാരായി പരിഗണിക്കപ്പെടുന്നത് മഹാന്മാരായ പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരുടെ ചരിതങ്ങൾ എടുത്തു വായിച്ചു നോക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചകചര്യയിലൂടെ അത്തരം ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടുമ്പോ ആ ചരിത്രങ്ങളിലൊക്കെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ അവരവരുടെ നാടുകളോട് അതിയായി സ്നേഹമുള്ളവരായിരുന്നു. അവരുടെ സ്വദേശം വിട്ട് പുറത്തു പോവുക, അവരുടെ സ്വദേശത്ത് നിന്ന് നാട് വിട്ടു പോവുക എന്നതൊക്കെ തീർത്താൽ തീരാത്ത ദുഃഖവും പ്രയാസകരവും ഏൽക്കുന്ന ഒരു വിഷയമായിരുന്നു എന്ന് അവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഒരു മുസ്ലിമിന്റെ മാതൃക. അതാണ് ഒരു മുസ്ലിം തന്റെ മാതൃകയായി പരിഗണിക്കുന്നതും. വിശുദ്ധ ഖുർആനിൽ ഒരുപാടിടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാന്മാരായ പ്രവാചകന്മാർ അവർ ദീനീ ദഅവത്തുമായി ഇറങ്ങിയപ്പോ അവരുടെ ശത്രുക്കൾ, ആ നാട്ടിലെ ശത്രുക്കൾ അവരോട് പ്രതിവചിച്ചത്, ഞങ്ങൾ നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്നാണ് അവരെ ഭീഷണിപ്പെടുത്തിയത്. അവർക്കറിയാം ഇവർക്ക് എത്രത്തോളമാണ് ഈ നാടിനോടുള്ള സ്നേഹം, ഈ നാടിനോടുള്ള കൂറ്, ഈ നാട്ടിൽ ജീവിക്കണമെന്നുള്ള താല്പര്യം. വേറെ എങ്ങോട്ടെങ്കിലും പോകാമെന്നില്ല, ഈ നാട്ടിൽ ജീവിക്കണമെന്നുള്ള താല്പര്യം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഭീഷണിപ്പെടുത്തേണ്ടത് ഇങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിൽ മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനവുമായി കടന്നു വന്നു. അവരിലുണ്ടായിരുന്ന മ്ലേച്ഛ സ്വവർഗരതി പോലെയുള്ള മ്ലേച്ഛമായ സ്വഭാവവുമായി അവരോട് അതിനെക്കുറിച്ചിട്ടുള്ള അതിന്റെ അപകടങ്ങളെക്കുറിച്ച്, തിന്മകളെക്കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോ അവരെ കുറിച്ച് ആ സംഭവം പറയുന്നിടത്ത് സൂറത്തു ആറാഫിലെ 82-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ കാന ജവാബ ഖൗമിഹി, അവരുടെ സമൂഹം പ്രതിവചിച്ചത് എങ്ങനെയാണ്? ഇല്ലാ അൻ ഖാലു അഖ്രിജുഹും മിൻ ഖറിയതിഹിം, അഖ്രിജുഹും മിൻ ഖറിയതികും, നിങ്ങളുടെ രാജ്യത്തിൽ നിന്ന് അവരെ പുറത്താക്കി കളയണം. ലൂത്തിനെയും അവന്റെ കുടുംബാംഗങ്ങളെയും നിങ്ങൾ പുറത്താക്കി കളയുക. അതാണ് അവർ ഭീഷണിയുടെ സ്വരം പറഞ്ഞുകൊണ്ട് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന ഭീഷണിയുടെ സ്വരമായിരുന്നു മുഴക്കിയത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് കാണാം മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹവും പ്രബോധനവുമായി കടന്നു വന്നപ്പോ വഖാലൽ മലഉ അല്ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി ലനഖ്രിജന്നക യാ ശുഐബ്, എന്താ അവര് പറഞ്ഞത്? ശുഐബേ ലനഖ്രിജന്നക യാ ശുഐബ് വല്ലദീന ആമനൂ മഅക മിൻ ഖറിയതിനാ ഔ ലതഊദന്ന ഫീ മില്ലതിനാ. എന്താ അവര് പറഞ്ഞത്? ഞങ്ങളുടെ രാജ്യത്തു നിന്ന് ശുഐബേ, നിന്നെയും നിന്റെ കൂടെയുള്ളവരെയും ഞങ്ങൾ പുറത്താക്കി കളയും. ഇത് നിങ്ങൾ ഈ രാജ്യക്കാരല്ല എന്നും നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണ് എന്നൊന്നും മുസ്ലിമീങ്ങൾ ഇന്ന് കേൾക്കുന്നവരല്ല. മുസ്ലിങ്ങൾ എന്നുണ്ടായോ, ഏതൊക്കെ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ അവരുടെ ദൗത്യവുമായി ഇസ്ലാം അനുശാസിച്ചുകൊണ്ട് ജീവിതം നയിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ അവരൊക്കെ ശത്രുഭാഗത്തു നിന്ന് നേരിട്ട് കേട്ട ഇത്തരം വാചകങ്ങൾ ഇന്നും പല ആളുകളും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നു എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുത്തിരിയല്ല. പക്ഷേ അവർക്കൊക്കെ ഏറെ വേദനയുണ്ടാക്കിയതുപോലെ ഇത്തരം ആരോപണങ്ങൾ രാജ്യസ്നേഹമില്ലാത്തവരാണെന്ന് പറഞ്ഞാൽ, ഇവർ പാകിസ്ഥാനിനോട് കൂറുള്ളവരാണെന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോട് കൂറുള്ളവരാണെന്ന് പറയുമ്പോ വല്ലാത്ത ഒരു വേദന ദേശസ്നേഹികളായ മുസ്ലിമീങ്ങൾക്ക് സ്വാഭാവികമാണ് ഉള്ളത് എന്ന്
പ്രവാചകന്മാരുടെ ചരിത്രം മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും ഉണ്ടാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രവാചകന്മാരെ കുറിച്ചല്ല. നോക്കൂ, സൂറത്ത് ഇബ്രാഹിമിന്റെ 13-ാമത്തെ വചനം അല്ലാഹു പറഞ്ഞു, വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം, സകല പ്രവാചകന്മാരോടും അവരുടെ ശത്രുക്കൾ അവിശ്വാസികളായ ആളുകൾ പറഞ്ഞതെന്താ? ലനുഖ്രിജന്നകും മിൻ അർദിനാ, ലനുഖ്രിജന്നകും മിൻ അർദിനാ, ഇത് ഞങ്ങളുടെ നാടാണ്, ഞങ്ങളുടെ രാജ്യമാണ്, ഇവിടെ നിന്ന് ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യും. ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ, അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഇത് സർവപ്രവാചകന്മാരുടെയും രീതിയായിരുന്നു. അവർക്കൊക്കെ ഒട്ടേറെ കൂറുണ്ടായിരുന്നത്, സ്നേഹമുണ്ടായിരുന്നത് അവരുടെ രാജ്യത്തോടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എല്ലാ പ്രവാചകന്മാരുടെയും രീതി ഇതായിരുന്നു. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കൂ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം അതിഗംഭീരമായി, വളരെ വർണ്ണാഭമായി വിശുദ്ധ ഖുർആനിന്റെ പലയിടങ്ങളിലായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടെ നമുക്കറിയാം, ചരിത്രം വിശദീകരിക്കാനുള്ള സമയമില്ല. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അകാരണമായിട്ട് ജയിലിൽ അടക്കപ്പെടുകയാണ്, പീഡിപ്പിക്കപ്പെടുകയാണ്, ഭരണാധികാരിയാൽ തുറുങ്കിലടക്കപ്പെടുകയാണ്. ആ രാജാവ്, അമുസ്ലിമായ ഭരണാധികാരി, അയാൾ ഒരു സ്വപ്നം കാണുന്നുണ്ട്. എന്താണ് അദ്ദേഹം കണ്ട സ്വപ്നം? കുറെ 7 മെലിഞ്ഞ പശുക്കൾ 7 തടിച്ച പശുക്കളെ ഭക്ഷിക്കുന്നു. ഇതിന്റെ വ്യാഖ്യാനം എന്ത് എന്ന് കൊട്ടാരത്തിലെ പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്തപ്പോ ജയിലിൽ ഒരു യൂസുഫ് ഉണ്ട്. യൂസുഫിന് സ്വപ്ന വ്യാഖ്യാനം അറിയാം, കൊണ്ടുവരാൻ പറയുന്നു. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിച്ചപ്പോ പറഞ്ഞു, ഇതാ 7 വർഷം നല്ല ക്ഷേമകാലമായിരിക്കും ഈജിപ്തിനുണ്ടാവുന്നത്. ശേഷം വളരെയധികം ക്ഷാമമുള്ള, പ്രയാസകരമായ, പട്ടിണിയും പരിവട്ടവുമായ ഒരു കാലം നമ്മുടെ രാജ്യത്തിന് വരാനുണ്ട് രാജാവേ എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രതിവദിക്കുന്നു. എന്തുണ്ട് പരിഹാരം എന്ന് ആരാഞ്ഞപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആലോചിക്കണം, അമുസ്ലിമായ ഭരണാധികാരിയാണ്, അകാരണമായി തന്നെ തുറുങ്കിലടച്ചിട്ടുണ്ട്, തന്നെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ആ അമുസ്ലിമായ ഭരണാധികാരിയുടെ കീഴിൽ ഞാൻ ഒരു മന്ത്രിയായി ജോലി ചെയ്തു കൊള്ളാം, ഞാൻ സേവനമനുഷ്ഠിച്ചുകൊള്ളാം, അതിന്റെ പരിഹാരം ഞാൻ നടത്തിക്കൊള്ളാം. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിന്റെ 55-ാമത്തെ വചനത്തിൽ അത് എടുത്തുദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇജ്അൽനി അലാ ഖസാഇനിൽ അർദ്, ഖജനാവിന്റെ ചുമതല, ഭക്ഷ്യവകുപ്പിന്റെ ചുമതല എന്നെ ഏൽപ്പിക്കുക. ഇന്നി ഹഫീദുൻ അലീം, വിവരമുള്ള ഒരു സൂക്ഷിപ്പുകാരനായി അത് ഞാൻ ഏറ്റെടുത്തുകൊള്ളാം, ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രതിവദിച്ചത് ആരോടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അമുസ്ലിം രാജ്യമാണ്, അമുസ്ലിം ഭരണാധികാരിയാണ്. പക്ഷേ ഇത് തന്റെ നാടാണ്, താൻ ജീവിക്കുന്ന ദേശമാണ്. ഇവിടെ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിക്കൂടാ. അത് പരിഹരിക്കാൻ ഞാൻ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഞാൻ ബാധ്യസ്ഥനാണ് എന്ന തിരിച്ചറിവ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നമുക്ക് കാണാൻ കഴിയുമ്പോൾ, ലോകാവസാനം വരെയുള്ള ഓരോ മുസ്ലിമും മാതൃകയാക്കുന്നത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രമാണ്, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ രീതിയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും അത് തന്നെയാണ്. നമ്മുടെ നാട് നാശത്തിന്റെ വക്കിലേക്ക് പോകുമ്പോ അത് അമുസ്ലിം രാഷ്ട്രമാണോ, അത് മുസ്ലിം രാഷ്ട്രമാണോ, അവിടെ മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ, പീഡിപ്പിക്കപ്പെടുന്നത്, ഇതൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. ആ നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, ആ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ആ നാട്ടിൽ സമാധാനം ഉണ്ടാവാൻ വേണ്ടി ഭരണാധികാരിയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്നാണ് സകല പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും എടുത്തു പഠിക്കുമ്പോ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള മാർഗങ്ങളിൽ നിന്ന്, പ്രവാചകന്മാരുടെ ചര്യകളിൽ നിന്ന്, വിശുദ്ധ ഖുർആനിന്റെ ചരിത്രങ്ങളിൽ നിന്ന്, അധ്യാപനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടവരായിരുന്നു ഇന്ത്യയിലെ നമ്മുടെ പൂർവികരായ, നമ്മുടെ മഹാരഥന്മാരായ ആളുകൾ. അവരൊക്കെ തന്നെ ഈ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് അവർ പ്രവർത്തിച്ചു എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇന്ത്യയിലേക്ക് സ്വാതന്ത്ര്യ ചരിത്രത്തിന്റെ അധിനിവേശങ്ങൾ, സ്വാതന്ത്ര്യ സാമ്രാജ്യത്തിന്റെ അധിനിവേശങ്ങൾ ആരംഭിക്കുന്നത് കേവലം ബ്രിട്ടീഷുകാരുടെ ആഗമനത്തോടു കൂടിയല്ല എന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ കോളനിവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് പോർച്ചുഗീസുകാരാണ്. 1498 കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് കപ്പലടങ്ങിയ പോർച്ചുഗീസുകാർ, വാസ്കോ ഡ ഗാമയുടെ കപ്പലിറക്കം, അതാണ് കൊളോണിയലിസത്തിന്റെ, അതല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു തരത്തിലുള്ള കോളനിവൽക്കരണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് എന്ന് നമുക്കറിയാം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കേരളത്തിലേക്ക് പോർച്ചുഗീസുകാർ കടന്നു വന്നിട്ടുണ്ട്.
പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അധിനിവേശ സാമ്രാജ്യത്വ ശക്തികൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്തായിരുന്നു മുസ്ലിമീങ്ങളുടെ നിലപാട്? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കോഴിക്കോട്ടെ രാജാവ് അമുസ്ലിമായ സാമൂതിരി രാജാവാണ്. സാമൂതിരി രാജാവുമായി കച്ചവടത്തിന്റെ കരാർ ഒപ്പിടാൻ വേണ്ടി കപ്പൽ കയറി വന്ന വാസ്കോഡ് ഗാമയും പോർച്ചുഗീസുകാർ കടന്നു വന്ന് കച്ചവട കരാറുകൾ ഒപ്പിടാൻ തയ്യാറായപ്പോ സാമൂതിരിയുടെ സമീപത്തേക്ക് കടന്നു വന്നത് കോഴിക്കോട്ടെ മുസ്ലിം വർത്തക പ്രമാണിമാരായിരുന്നു, കച്ചവട പ്രമാണിമാരായിരുന്നു. അവര് പറഞ്ഞു, ഇവർ നേരത്തെ നിങ്ങൾ കണ്ട അറബികളെ പോലെ കച്ചവടത്തിന് വന്നവരല്ല, ഇവർ സാമ്രാജ്യ ശക്തികളാണ്. നമ്മുടെ വിഭവങ്ങൾ ഇവർ പോർച്ചുഗലിലേക്ക് കടത്താനും നമ്മുടെ നാടിനെ കൊള്ളയടിക്കാനും വന്നവരാണ്. ഇവർ രാജ്യദ്രോഹികളാണ്, നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വന്നവരാണ്. ഇത് അരുതാത്തതാണ്, ഇത്തരം ഏർപ്പാടുകൾ താങ്കൾ ചെയ്യരുത് എന്ന് സാമൂതിരി രാജാവിനെ അന്ന് ഉപദേശിച്ചത് മുസ്ലിമീങ്ങളായിരുന്നു. അതെ, ഇത് എന്നും മുസ്ലിങ്ങൾക്ക് തന്നെ നാടിനോടുള്ള കൂറുണ്ടായിരുന്നു. തീർന്നില്ല. എത്രത്തോളമാണ്? 100 നൂറ്റാണ്ട് കാലം പറങ്കികൾക്കെതിരായിക്കൊണ്ട്, പോർച്ചുഗീസുകാർക്കെതിരായിക്കൊണ്ട് സാമൂതിരിയുടെ നാവികപ്പട എന്നറിയപ്പെടുന്ന മരക്കാന്മാർ, കുഞ്ഞാലി മരക്കാർമാർ, അവർ കടലിൽ 100 നൂറ്റാണ്ട് കാലം, ചെറിയ സംഭവമല്ല, ചെറിയ ചരിത്രമല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും കാണാൻ കഴിയാത്ത വർണ്ണാഭമായ അത്രയും ഭംഗിയുള്ള ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല. ഭീകരമായ 100 നൂറ്റാണ്ട് കാലം പറങ്കികളോട് പോരാടിക്കൊണ്ട് കടലിൽ 100 നൂറ്റാണ്ട് കാലം സാമൂതിരിയുടെ നാവികപ്പട. ആലോചിച്ചു നോക്കൂ. അമുസ്ലിമായ സാമൂതിരി രാജാവ്, മുസ്ലിമീങ്ങളാണ് യുദ്ധം ചെയ്യുന്നത്, ഞങ്ങൾ തയ്യാറാണ്, ഈ നാടിനെ ഒറ്റുകൊടുക്കുന്ന, ഈ നാടിനെ പ്രയാസപ്പെടുത്തുന്ന വൈദേശിക ശക്തികൾക്കെതിരെ പോരാടാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞത് ഇവിടുത്തെ മുസ്ലിമീങ്ങളാണ്. ഈ മുസ്ലിമീങ്ങളെ കുറിച്ചാണോ രാജ്യസ്നേഹമില്ലാത്തവരെന്ന് പറയുന്നത്? ഈ മുസ്ലിമീങ്ങളാണോ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണെന്ന് പറയുന്നത്? ഈ മുസ്ലിമീങ്ങൾക്ക് ദേശസ്നേഹം പഠിക്കേണ്ടത് ഇവിടെ നിന്നുള്ള ഏതെങ്കിലും മനുഷ്യരുടെ കൈവശമെന്നല്ല, മറിച്ച് അത് അവരുടെ മതാധ്യാപനത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ദേശസ്നേഹികളായ മഹാന്മാരായ ഒട്ടനവധി പ്രവാചകന്മാരുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ എടുത്തു വരച്ച് കാണിച്ചു തന്നുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായി വിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. സഹോദരങ്ങളെ, നമുക്കറിയാം, അന്നത്തെ മുസ്ലിങ്ങൾക്ക് മതപരമായി കൊണ്ട് നേതൃത്വം നൽകിയിരുന്നത് കേരളത്തിൽ തന്നെ മഹാപ്രസിദ്ധനായ പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂമായിരുന്നു. അദ്ദേഹം അന്ന് രചിച്ച തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്നൊരു ഗ്രന്ഥമുണ്ട്. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്നൊരു ഗ്രന്ഥമുണ്ട്. കേരള ചരിത്രം ആദ്യമായി എഴുതപ്പെട്ടതായിരുന്നു. അതിനു മുമ്പ് കേരളത്തിന്റെ ചരിത്രം എഴുതപ്പെട്ട ഒരു പുസ്തകവും നമുക്ക് കാണാൻ കഴിയില്ല. തുഹ്ഫത്തുൽ മുജാഹിദീനുടെ പ്രതിപാദ്യ വിഷയം എന്തായിരുന്നു? അതെ, പോർച്ചുഗീസുകാർ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ മലബാറിനെ നശിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ വിഭവങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, അവരെ തുരത്താൻ, അവർക്കെതിരെ പോരാടാൻ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്ന് ഖുർആനിന്റെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട്, പ്രവാചകന്റെ ചരിതങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തുഹ്ഫത്തുൽ മുജാഹിദീനിൽ പ്രതിപാദ്യ വിഷയം അതായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഇവിടെ മാത്രമല്ല, ഇതേ സന്ദർഭത്തിൽ തന്നെ അങ്ങ് ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്ന ഭുവനപ്രസിദ്ധനായ പണ്ഡിതനായിരുന്നു, അന്ന് ഏറെ മഹാനായ പണ്ഡിതനായിരുന്നു ഷാ വലിയുല്ലാഹി ദഹ്ലവി. അദ്ദേഹം അന്ന് രചിച്ച അറബിയിലുണ്ടായിരുന്ന ഗ്രന്ഥമാണ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. ഇതിന്റെയും പ്രതിപാദ്യ വിഷയം മറ്റൊന്നായിരുന്നില്ല, ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന വൈദേശിക ശക്തികളെ മുച്ചൂടം തകർക്കാനുള്ള പോരാട്ടങ്ങൾക്ക് മുസ്ലിമീങ്ങളെ നിങ്ങൾ കയ്യിൽ ആയുധമെടുക്കണമെന്ന് പറയുന്ന ഖുർആനിന്റെ വചനങ്ങൾ ഉദ്ധരിച്ച്, പ്രവാചകന്റെ വചനങ്ങൾ ഉദ്ധരിച്ച് മുസ്ലിമീങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഇത്തരം ഗ്രന്ഥങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലും രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഈ വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകന്മാർക്ക് ഈ രൂപത്തിൽ അവരുടെ സ്വദേശങ്ങളോട് സ്നേഹമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകന്മാർക്ക് മാത്രമല്ല നമ്മുടെ പൂർവികരായ ആളുകൾക്കൊക്കെ ഈ രൂപത്തിലുള്ള സ്നേഹവും അവർ ഇന്ത്യക്ക് വേണ്ടി കോഴിക്കോടിന് വേണ്ടി, മലബാറിന് വേണ്ടി, കേരളത്തിന് വേണ്ടി, നമ്മുടെ നാടിനെ കൊള്ളയടിക്കാൻ വന്ന ആദ്യ വൈദേശിക ശക്തികൾക്കെതിരെ എല്ലാം അവർക്ക് പടപൊരുതിയത് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാലോ ടിപ്പു സുൽത്താന്റെ ചരിത്രം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ചക്രവർത്തി ബ്രിട്ടീഷുകാരോട് നേരിട്ട് യുദ്ധം
ചെയ്ത് പടപൊരുതി പടക്കളത്തിൽ വീണ് മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഒരൊറ്റ ചക്രവർത്തിയേ ഉള്ളൂ, അത് മഹാനായ ടിപ്പു സുൽത്താൻ മാത്രമാണ്. ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടിപ്പു സുൽത്താന്റെ ചരിത്രം അങ്ങേ അറ്റം ആവേശകരമായിത്തീരുന്നത്, അഭിമാനകരമായിത്തീരുന്നത് ഇതൊരൊറ്റ ചക്രവർത്തി മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടാണ്. വാരിയംകുന്നത്തിന്റെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? എന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കണം. നിങ്ങൾക്കൊരു പതിവുണ്ട്, പിന്നാമ്പുറത്ത് നിന്ന് കണ്ണുകെട്ടി നിറയൊഴിക്കുന്ന ഒരു ഏർപ്പാട് നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് എന്റെ കണ്ണ് കെട്ടാതെ എന്റെ നെഞ്ചിലേക്ക് എന്റെ മുഖത്ത് നോക്കി വെടിയുതിർക്കാൻ നിങ്ങൾ സന്മനസ് കാണിക്കണമെന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന് വേണ്ടി പോരാടി മരണപ്പെട്ട വാരിയംകുന്ന് കുഞ്ഞഹമ്മദ് ഹാജിയെ നമുക്കറിയാം. ഇങ്ങനെ എത്രയെത്ര ചരിത്രങ്ങൾ. മിസ്റ്റർ ജോർജ് എന്ന് വിളിച്ചുകൊണ്ട് കൊട്ടാരത്തിന്റെ ചുമരുകളെ കിടുകിടാ ഉറപ്പിച്ചുകൊണ്ട് സംസാരിച്ച, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരണമെന്ന് സംസാരിച്ച മൗലാന മുഹമ്മദ് അലി ജൗഹർ, ഷൗക്കത്ത് അലി ജൗഹർ, അലി സഹോദരന്മാർ, എത്രയെത്ര പണ്ഡിതന്മാരെ, എത്രയെത്ര മഹാജനന്മാരെ, മുസ്ലിമീങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിരയിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇതിങ്ങ് കേരളത്തിലേക്ക് വന്നാലും നമുക്കറിയാമല്ലോ എത്രയെത്ര പണ്ഡിതന്മാരുണ്ട്. കെ എം മൗലവിയും കെ എം സീതി സാഹിബും മഹാനായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും ഈ മൊയ്തു മൗലവിയും കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും, ഇങ്ങനെ എത്രയെത്ര പണ്ഡിതന്മാർ, എത്രയെത്ര മഹാരഥന്മാർ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ തോളോട് ചോള ചേർന്ന് മതത്തിന്റെ വേലിക്കെട്ടുകളില്ലാതെ, വർഗത്തിന്റെ ജാതിയുടെ വേലിക്കെട്ടുകളില്ലാതെ എല്ലാവരും തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ചത് നമുക്കവിടെ കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഈ ദേശസ്നേഹം ഇത് ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. ദേശത്തോട് കൂറുണ്ടാവുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ആ മുസ്ലിമിന്റെ ബാധ്യത ഇത് വേറെ ആരെങ്കിലും നമ്മെ പഠിപ്പിക്കേണ്ടതല്ല, വേറെ ആരുടെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഒരു മുസ്ലിം ഞാനൊരു ഇന്ത്യനാണെന്നും ഞാനൊരു അഭിമാനകരമായ ഒരു മുസ്ലിമായ ഇന്ത്യനാണ് എന്ന് പറയുന്നത്, മറിച്ച് ഇത് ഒരു മുസ്ലിമിന്റെ അനിവാര്യമായ ബാധ്യതയാണെന്നും പ്രവാചകന്മാരുടെ മാതൃകയാണെന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് മറ്റാരും നമ്മെ പഠിപ്പിക്കേണ്ടതല്ല എന്നൊരു ബോധ്യവും മുസ്ലിമീങ്ങളായ നമുക്കുണ്ടാവേണ്ടതുണ്ട്. ആ ഇജ്ജത്തോടുകൂടെ ഈ നൽകപ്പെട്ട സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജീവിക്കാനാണ് നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ദേശസ്നേഹം, ദേശത്തോടുള്ള കൂറ് ഒരുപാട് പ്രവാചകന്മാരുടെ ചരിതങ്ങളിലൂടെ ഖുർആനും പ്രവാചക ചര്യയും നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത് അമുസ്ലിം രാജ്യത്തേക്കാണ്. അമുസ്ലിങ്ങൾക്കിടയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്. പക്ഷേ എന്നിട്ടും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാജ്യത്തെയും ആ ജനവിഭാഗത്തെയും ഒക്കെ അതിയായി സ്നേഹിച്ചതായിട്ട് നമുക്കൊരോരുത്തർക്കും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അതിയായ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും അക്രമങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിയിട്ടും ക്ഷമയോടെ സഹിഷ്ണുതയോടെ നീണ്ട 13 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തന്നെ കഴിച്ചു കൂട്ടിയത് മക്കയോടുള്ള സ്നേഹമായിരുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ശത്രുക്കളെ പുറത്താക്കിയപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പലായനം ചെയ്യാൻ തയ്യാറായ ചരിത്രം നമുക്കറിയാം. മദീനയുടെ ബോർഡറിലേക്ക് എത്തി. അതിന്റെ ആ ബോർഡർ പ്രദേശത്തേക്ക് എത്തിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരു രാജ്യത്തിന്റെയും അതിർത്തി പ്രദേശത്ത് എത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വർത്തമാനം ചരിത്രത്തിൽ കുറിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ആ അതിർത്തി പ്രദേശത്ത് നിന്ന് മക്കയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് വളരെ വ്യസനത്തോടുകൂടെ ഉറങ്ങുന്ന ഹൃദയവേദനയോടുകൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അത്യബികി മിൻ ബലദിൻ വഅഹബ്ബകി ഇലയ്യ. മക്ക, നീ എത്ര സുന്ദരമായ നാടാണ്. വഅഹബ്ബകി ഇലയ്യ, എനിക്കെത്ര പ്രിയപ്പെട്ട നാടാണ് മക്ക. വലൗലാ അന്ന ഖൗമി അഖ്റജൂനി മിൻകി, നിന്റെ ജനതയെങ്ങാനും ഈ മക്കയിൽ നിന്ന് എന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ മാ സകൻതു ഗൈറകി, നീയല്ലാത്ത ഒരു രാഷ്ട്രം,
നീ അല്ലാത്ത ഒരു ദേശം തലചായ്ക്കാൻ ഞാൻ തിരഞ്ഞെടുക്കില്ലായിരുന്നു മക്ക എന്ന് അങ്ങേയറ്റത്തെ ദുഃഖത്തോടെ വ്യസനത്തോടുകൂടെ മദീനയുടെയും മക്കയുടെയും അതിർത്തി പ്രദേശത്ത് നിന്ന് മക്കയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് നമ്മുടെ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിഭജിച്ചിട്ടുണ്ട് എങ്കിൽ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ ജന്മനാടിനോടുള്ള കൂറും സ്നേഹവും എത്രയായിരുന്നു എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങ് മദീനയിലെത്തിയിട്ട് നടത്തിയ ഒരു പ്രാർത്ഥന ചരിത്രത്തിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. വല്ലാഹി വല്ലാഹി അല്ലാഹുവേ അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കമാ ഹബ്ബബതുൽ മക്ക. അല്ലാഹുവേ എനിക്ക് മക്ക എത്ര പ്രിയപ്പെട്ടതായിരുന്നു അത്രത്തോളം പ്രിയപ്പെട്ടതാക്കണേ ഈ മദീന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ സ്നേഹം. നമ്മുടെ പ്രിയപ്പെട്ട ഈ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുമ്പോഴും ഈ മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് പൂർവ്വ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നിന്നും അധ്യാപനങ്ങളിൽ നിന്നുമുള്ള മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ദേശത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലേക്ക് വന്നേക്കാം. പല പ്രശ്നങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിധ്വംസക പ്രവർത്തനത്തിന്റെ വർഗീയവാദത്തിന്റെ പിറകിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് ഉദ്ഘോഷിക്കുന്ന പാതിരാ പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളുകളെ നമ്മൾ കണ്ടേക്കാം. പക്ഷേ നമ്മുടെ നാട്ടിലെ സമാധാനം എന്നും കളിയാടേണ്ടതുണ്ടോ? നമ്മുടെ നാട്ടിൽ എന്നും സന്തോഷം ഉണ്ടാവേണ്ടതുണ്ട്. സമാധാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ ഈ നാട്ടിൽ നമുക്ക് എന്നും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. അതിനെ പ്രയാസകരമാകുന്ന ഒരു പ്രവർത്തനത്തിലേക്കും നമ്മൾ എത്തിപ്പെടാതിരിക്കാൻ പ്രവാചകന്മാരുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആ മാർഗത്തിലാണ് സഞ്ചരിക്കേണ്ടത് എന്നാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ സന്ദേശമായിക്കൊണ്ട് ഇന്നത്തെ ഖുതുബയിലൂടെ എന്റെ പ്രിയപ്പെട്ട ഓരോ സഹോദരങ്ങളെയും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ആരും നമ്മെ പഠിപ്പിക്കേണ്ടതല്ല. രാജ്യസ്നേഹം നമ്മെ ആരും പഠിപ്പിക്കേണ്ടതല്ല. നമ്മുടെ രാജ്യസ്നേഹത്തെ അളന്നു നോക്കാനുള്ള അളവുകോലുമായി ഒരാളും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരേണ്ടതുമില്ല. ഇതൊരു മുസ്ലിമിന്റെ അനിവാര്യ ബാധ്യതയാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. മുൻ പ്രവാചകന്മാർ പഠിപ്പിക്കുന്നത്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, ഈ ഇന്ത്യക്ക് വേണ്ടി ജീവൻ കൊടുത്ത് ചോര കൊടുത്ത് ഇവിടെ നിന്ന് യാത്ര പറഞ്ഞു പോയ പൂർവികരായ നമ്മുടെ മഹാരഥന്മാരായ നമ്മുടെ നേതാക്കന്മാർ പഠിപ്പിക്കുന്നത് അവരുടെ പേരമക്കളാണ് നാം. അവർ നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ സഹോദരങ്ങളെ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് തിരിച്ചറിവോടുകൂടെ അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ജാഗരൂകരായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.